എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ ഒരു മോഹമാണ് സ്വർഗത്തിൽ പോകണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും. നന്മകൾ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, നോമ്പ് പഠിക്കുന്നു, ഖുർആൻ ഓതുന്നു, വയല് പറയുന്നു, വയല് കേൾക്കുന്നു, സദക്ക കൊടുക്കുന്നു, എല്ലാ സൽക്കർമ്മം. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഒന്ന് കിടന്നുറങ്ങേണ്ട സമയത്ത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് വന്ന് ക്ഷമയോടുകൂടി ഈ ഇൽമിൻ്റെ മജ്ലിസിൽ ഇരിക്കുന്നതിൻ്റെ പിന്നിലുള്ള വലിയ ഒരു ലക്ഷ്യം സ്വർഗമാണ്. എല്ലാവരും അല്ലാഹുവേ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ആണുങ്ങളാകട്ടെ, പെണ്ണുങ്ങളാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, കുട്ടികളാകട്ടെ, നിസ്കരിക്കുന്നവനാകട്ടെ, നന്മകൾ ചെയ്യുന്നവനാകട്ടെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവനാകട്ടെ, ഇനിയില്ല കള്ളു കുടിച്ച് നടക്കുന്നവനാകട്ടെ, മുസ്ലിമാണോ, അവൻ്റെ വലിയൊരു ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകണം. നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനും അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവനും എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗംതാ 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 എന്ന് ദുആ ചെയ്യുന്നത്. അത് നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും, മഹാന്മാരുടെ മഖാമിൻ്റെ മുമ്പിലാണെങ്കിലും, മരണ വീട്ടിലാണെങ്കിലും, പള്ളിക്കകത്താണെങ്കിലും, മജ്ലിസുകളിലാണെങ്കിലും, എവിടെ വെച്ച് ദുആ ചെയ്താലും അല്ലാഹുവിനോട് ആ ദുആയ്ക്കകത്ത് ഞാനും നിങ്ങളും ചോദിക്കുന്ന ഒരു കാര്യമാ, പടച്ചവനെ നീ എനിക്ക് സ്വർഗം തരണം, എന്നെ നീ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിൻ്റെ 30 ദിനരാത്രങ്ങളിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. എല്ലാവരും അല്ലാഹുവിനോട് പരിശുദ്ധമായ റമളാനിന്റെ 30 ദിനരാത്രങ്ങളിൽ പടച്ചവനോട് ദുആ ചെയ്യുന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യുമ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ പടച്ച റബ്ബിനോട് സ്വർഗം ചോദിക്കുന്നല്ലോ, എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നല്ലോ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അല്ലാഹുവേ സ്വർഗം തരണേ, അല്ലാഹുവേ സ്വർഗം തരണേ എന്നല്ല നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, സല്ലൂ അൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ. സ്വർഗം താ എന്നല്ല പടച്ചവനോട് പറയേണ്ടത്. അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം എനിക്ക് തരണേ തമ്പുരാനെ. എല്ലാവരും ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണമെന്നാണ്. ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. നബി തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിന് പദവികളുണ്ട്. അല്ലാഹുവിന്റെ സ്വർഗത്തില് പടച്ചവനെ ഓരോ പദവികളാണ്. ഒന്നാമത്തെ പദവി, രണ്ടാമത്തെ പദവി, മൂന്നാമത്തെ പദവി, ഇങ്ങനെ സ്വർഗത്തിന് പദവികളുണ്ടോ? ഓരോ പദവികളുടെ ഇടയിലുള്ള ദൂരം എന്താണെന്നറിയുമോ? നബി തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലെ ഒരു പദവികൾക്കിടയിൽ ഈ ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ടെന്നാണ്. ഇതുപോലെ പടച്ചവനെ സ്വർഗത്തിലെ പദവികളുണ്ട്. 100 പദവികളാണുള്ളത്. 100 പദവികളാണുള്ളത്. ആ 100 പദവികളിൽ 100ാമത്തെ പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ്. ആ ജന്നാത്തുൽ ഫിർദൗസ് വേണം അല്ലാഹുവിനോട് ചോദിക്കാൻ. ആ ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ആരാണ് കടന്നു പോകുന്നത്? സാധാരണക്കാരല്ല കടന്നു പോകുന്നത്. ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശികൾ ആരെന്നറിയുമോ? ഈ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്,
അബുൽ ബസർ ആദൻ നബി അലൈഹിസ്സലാമും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും പടച്ചവനെ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. അതുപോലെ പടച്ചവനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് ബദറിലും മുഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത്, അവിടുത്തെ താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, ഈ മഖാമിനകത്ത് കടന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ഉൾപ്പെടെ ഇതുപോലെ അല്ലാഹു ഇഷ്ടപ്പെട്ട വിവിഐപികൾ കിടക്കുന്ന സ്വർഗമാണ്. വിവിഐപികൾ കിടക്കുന്ന സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. നബി തങ്ങൾ ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ സ്വർഗത്തിൽ പോകാൻ ഞങ്ങൾക്ക് കഴിയില്ലേ നബിയേ? ആ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാര് കിടക്കുന്ന ആ ഉയർന്ന പദവിയിൽ എത്തിച്ചേരാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമോ? ആ സ്വർഗത്തിൽ പോകാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തില് ആ പദവി, ഉയർന്ന പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്കും കഴിയും സ്വഹാബ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കടന്നു പോകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ആൾക്കാർക്ക് കഴിയില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ, ഈ വാഴ കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാ സ്വർഗത്തിലെ 100ാമത്തെ പദവി പോയിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ 500 കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമെന്നാണ് ആ സ്വർഗത്തിന്റെ വാസനയൊന്ന് ശ്വസിക്കാൻ. നബിതങ്ങൾ പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം. അല്ലാഹു അവിടെ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു അവിടെ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ സ്വർഗം 100ാമത്തെ പദവിയാ, ലോക്കലൊന്നുമല്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയാണ് ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അവിടെ കടന്നു പോകുന്നത് വിവിഐപികളാണ്. അപ്പൊ ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നിന്ന് നമ്മളുടെ ജീവിതം, നമ്മളുടെ പ്രവർത്തനങ്ങൾ, ഓരോ മനുഷ്യന്റെയും സ്വഭാവം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്റെയും നിങ്ങളുടെയും സ്വഭാവം എന്താണെന്ന് നാട്ടുകാർക്കറിയില്ലെങ്കിലും നിനക്കും അല്ലാഹ്ക്കും അറിയാലോ. ഇപ്പൊ എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കും എൻ്റെ റബ്ബിനും അറിയാലോ, ഞാൻ എത്ര മറച്ചു വെച്ചാലും. അപ്പൊ അല്ലാഹുവേ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും അടിച്ചു വീശാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വന്തമായിട്ട് വിലയിരുത്തുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകുവാണെങ്കിൽ ഏത് സ്വർഗത്തിൽ പോകണം? ഏത് സ്വർഗത്തിൽ പോകണം? ഒന്ന് പറ ചങ്ങാതിമാരെ, ഏത് സ്വർഗത്തിൽ പോകണം? പോകുവോ? പോകുവോ? പോകും ഉസ്താദ്, ഈ കണക്കിന് പോയാ പോകും. ഇപ്പൊ ജീവിക്കുന്നത് പോലെ ഞാനും നിങ്ങളും ജീവിച്ച ആ സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല നമുക്കൊന്നും. കാരണം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശും സ്വർഗത്തിന്റെ വാസന. ആ വാസനയെങ്കിലും ശ്വസിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്മാർക്കുണ്ടായിരുന്ന സ്വഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ 3 സ്വഭാവം പറയുന്നുണ്ട്. ഈ പറയുന്ന 3 സ്വഭാവം ഈ നാട്ടുകാരായ, ഈ വാഴ കേൾക്കാൻ വന്നിരിക്കുന്ന നമുക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ നമുക്കും അവിടെ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ആ 3 സ്വഭാവം ഏതാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഉണ്ടോ എന്ന് അവനവൻ വിലയിരുത്ത്. എൻ്റെ കാര്യം ഞാൻ നോക്കാം, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്ക്. വഅദ് കൊള്ളാവോ കൊള്ളില്ല അതൊന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതൊക്കെ ഇനി എനിക്ക് മുമ്പ് ഒരുപാട് ഉസ്താദന്മാർ വന്ന് വഅദ് പറഞ്ഞു. ഞാൻ പറയുന്നത്
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് നോക്കാം. കാരണം ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാനാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നന്നാകണം. അതുകൊണ്ട് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്ത്. ഈ പറയുന്ന 3 ഗുണങ്ങൾ ആർക്കാ ഉള്ളത്? ഈ പറയുന്ന 3 നല്ല സ്വഭാവം ആർക്കാ ഉള്ളത്? ഈ പറയുന്ന 3 നല്ല സ്വഭാവം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നമ്മൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ്, ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളാണ്. ആ 3 സ്വഭാവം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ അടിമകളുടെ മുമ്പിൽ അല്ലാഹുവേ ഒരു നല്ല കാര്യം പറഞ്ഞാൽ പടച്ചവനെ അത് എന്തുമാകട്ടെ, ഒരു നല്ല കാര്യം ഒരാളുടെ മുമ്പിൽ പറയപ്പെട്ടാൽ പടച്ചവനെ ആ നന്മ ചെയ്യാൻ അവൻ വല്ലാത്ത ആത്മാർത്ഥത കാണിക്കുകയാണ്. അവൻ ആ നന്മ ചെയ്യാതെ സമാധാനമില്ല, ആ നന്മ ചെയ്യാതെ ഉറങ്ങാൻ പറ്റൂല, ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി അവൻ മത്സരിക്കുകയാണ്. പടച്ചവനെ ഈ ഗുണമാണടോ നമുക്ക് വേണ്ടത്. പടച്ചവനെ ഈ മഖാമിനകത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ വലിയാണല്ലോ. ആ വലിയ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണല്ലോ. അല്ലാഹുവേ, അവിടുത്തെ ഉറൂസിന്റെ അവസാന ദിവസം ഇതുപോലെ ഒരു വഅദ് വെച്ചിട്ട്, ഇത് ദുനിയാവിലെ സ്വർഗ്ഗമാണ്, ഈ ദുനിയാവിൽ 2 സ്വർഗ്ഗമാണുള്ളത്. ആ 2 സ്വർഗ്ഗത്തിൽപ്പെട്ട ഒരു സ്വർഗ്ഗം ഇൽമു പറയുന്ന മജ്ലിസാണ്. ഈ മജ്ലിസിൽ വന്ന് ഇരിക്കാതെ പടച്ചവനെ ഈ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, ഈ വഅദ് നടക്കുന്ന മജ്ലിസിന്റെ പുറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ഒന്ന് കേറിയിരിക്കടാ മോനെ. ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ കേറിയിരിക്കാനല്ല, എൻ്റെ കൂടെ ഇരിക്കാനല്ല, എൻ്റെ വഅദ് കേൾക്കാനല്ല. ഞാൻ പറയുന്നത് നീ സ്വർഗ്ഗത്തിൽ കേറിയിരിക്ക്. കാരണം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗ്ഗത്തിൽ പോകണമെന്നാണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു സ്വർഗ്ഗം കാണിച്ചു തന്നിട്ട് അതിനകത്തിരിക്കാൻ നീ ആലോചിച്ചാൽ മോനെ, നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നീ പുറത്താകാൻ ഈ കാരണം മതി ചെറുപ്പക്കാരാ. അതുകൊണ്ട് കേറിയിരിക്കാൻ പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് പലരും കേറിയിരുന്നു. ഈ ഗുണമാണോ വേണ്ടത്? ഈ ഗുണമാണ് വേണ്ടത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ദിക്റാകട്ടെ, വഅദാകട്ടെ, സദഖയാകട്ടെ, എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ പറയുന്നവന്റെ വലുപ്പം നോക്കരുത്. നല്ല കാര്യമാണോ പറയുന്നത്? അത് പറഞ്ഞാ പിന്നെ മത്സരമാണ്. അത് ചെയ്യാതെ സമാധാനമില്ല, അത് ചെയ്യാതെ ഉറങ്ങുകയില്ല. പടച്ചവനെ, ഈ ഗുണമാണ് നമുക്ക് വേണ്ടത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഈ ഗുണമാണ് വേണ്ടത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടത്? എങ്ങനെ നന്മ ചെയ്യുന്നവർക്കാണ് അല്ലാഹു സ്വർഗ്ഗം തരുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കടോ. അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത പ്രവാചകനാണ്. ആ പരീക്ഷണങ്ങളിൽ മുഴുവനും വിജയിച്ച പ്രവാചകനാണ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇഹ്തതല ഇബ്രാഹിം വഹുവ ഇബ്നു 80 സനാ. ഇബ്രാഹിം നബിക്ക് 80 വയസ്സായി. ഇബ്രാഹിം നബിക്ക് 80 വയസ്സായി. 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഇബ്രാഹിം നബിയേ
സുന്നത്ത് കല്യാണം നടത്തണം നബിയേ, മാർഗ കല്യാണം നടത്തണം നബിയേ. ഇബ്രാഹിം നബിയോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരികയാണ്, സുന്നത്ത് കല്യാണം ചെയ്യണം. ആരോടാ പറയുന്നത്? ഇബ്രാഹിം നബിയോടാണ്. എത്ര വയസ്സുള്ള ഇബ്രാഹിം നബി? 80 വയസ്സുള്ള ഇബ്രാഹിം നബി. 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വന്ന് സുന്നത്ത് കല്യാണം ചെയ്യാൻ പടച്ചവനെ എന്ത് ചെയ്തെന്നറിയുമോ? ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? വഹുവ ബിൽ ഖദൂ, വിറക് വെട്ടുന്ന കോടാലിയുണ്ടല്ലോ, വിറക് വെട്ടുന്ന മഴുവുണ്ടല്ലോ, ഇബ്രാഹിം നബിയുടെ കയ്യിൽ ഒരു മഴുവുണ്ടായിരുന്നു. ഇബ്രാഹിം നബി ആ മഴുവ് കൊണ്ട് സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തി. ആളെ നോക്കിയില്ല, പടച്ചവനെ പിന്നെ ചെയ്യാമെന്ന് കരുതിയില്ല. അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ സ്വന്തമായിട്ട് തന്റെ കയ്യിലിരുന്ന മഴുവ് കൊണ്ട് സുന്നത്ത് കല്യാണം നടത്തി. അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുമ്പോ ഇബ്രാഹിം നബി രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാ. ഇബ്രാഹിം നബി രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാ. യാ ഖലീലല്ലാഹ്, എന്തേ നബിയേ, നിങ്ങൾ എന്തേ കാണിച്ചത് നബിയേ? നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നോ? ഒന്ന് സമാധാനത്തോടെ ഇരുന്നുകൂടായിരുന്നോ? അപ്പോഴാണ് ഇബ്രാഹിം നബി പറയുന്നത്, അള്ളാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ സമയമില്ലടോ, പിന്നെ പിന്തിക്കാൻ മനസ്സില്ലടോ. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യണമല്ലോ, അത് ചെയ്യാതെ സമാധാനമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സ്വന്തം കൈകൊണ്ട് അവിടുന്ന് സുന്നത്ത് കല്യാണം നടത്തുകയാ. ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്, ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം, ആദ്യം എനിക്ക് ചെയ്യണം. പടച്ചവനെ, ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ മനസ്സുള്ളവർക്കാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. ചെറുപ്പക്കാരാ, മോനെ, ഉറൂസിന് കടന്നു വന്നിട്ട് കടയുടെ ചാരത്തുകൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, നിന്റെ മുമ്പിൽ ഒരു നന്മ പറഞ്ഞിട്ട് നീ ആലോചിക്കുകയാണ്, ഇത് ചെയ്യണോ വേണ്ടയോ? എന്റെ ചെറുപ്പക്കാരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിൽക്കുകയാണ്. അതാ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, ഇന്ന് ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ട്. ഈ രണാങ്കണത്തിൽ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിന്ന് പറയുമ്പോ, പടച്ചവനെ, ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ, നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന പടച്ചവനെ, അതാ പടച്ചവനെ, അതാ സ്വഹാബി വര്യനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ എന്താ തുള്ളിച്ചാടുകയാണ്. ആ ചെറുപ്പക്കാരൻ കിടന്ന് തുള്ളിച്ചാടുകയാണ്. ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബഖിൻ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാ. അവിടെന്ന് ചോദിച്ചു, എന്തിനാ നീ തുള്ളിച്ചാടുന്നത്? ഇത്ര സന്തോഷമെന്ത്, ഇത്ര സന്തോഷമെന്ത്? യാ റസൂലല്ലാഹ്, മാ ഹമലക അലാ ഖൗലിക, അങ്ങ് പറയുന്നത് കേട്ടിട്ട് ചാടിയതാ നബിയേ, അങ്ങ് പറയുന്നത് കേട്ടിട്ട് ചാടിയതാ നബിയേ. ഈ രണാങ്കണത്തിൽ ഷഹീദാകുന്നവന് സ്വർഗമുണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ, ആ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടിയതാണ്. അവിടച്ചവനെ ഉമൈർ ഇബ്നു ഹുമാം പറയുകയാ, അർജു അൻ അകൂന മിൻ അഹ്ലിഹാ, എനിക്ക് ആ കൂട്ടത്തിൽ പെടണം നബിയേ. ഇന്നിവിടെ ഷഹീദായിട്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന ആ കൂട്ടത്തിൽ എനിക്ക് പെടണം നബിയേ. തന്റെ കയ്യിൽ ഒരു കാരക്ക ഇരിക്കുകയാ ചെറുപ്പക്കാരാ. ഒരു കാരക്ക
കാരക്ക കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ തന്റെ കയ്യിലിരുന്ന കാരക്കയുണ്ടല്ലോ പാത്രത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. തന്റെ വായിലേക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈത്തപ്പഴമെടുത്തു മാറ്റിവെച്ചിട്ട്, യാ റസൂലല്ലാഹ്, ഈത്തപ്പഴം തിന്നാനുള്ള സമയം പോലും എനിക്കിവിടെ നിൽക്കാൻ വയ്യ, എനിക്കിവിടെ നിൽക്കണ്ട നബിയേ, ഈത്തപ്പഴം കഴിക്കാൻ പോലും എനിക്ക് സമയമില്ല, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഷഹീദാവുകയാ. ഇതാണ് അല്ലാഹ് പറഞ്ഞത്, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മത്സരമാണോ? അത് ചെയ്യാതെ സമാധാനമില്ലടോ, അത് ചെയ്യാതെ സമാധാനമില്ല. അത് ഏത് കാര്യമാകട്ടെ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് അലിയാർ തങ്ങളോട് പറഞ്ഞു, യാ അലി, അലിയേ, ഞാൻ ഗർഭിണിയാണ് അലിയേ, എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണമെന്ന് തോന്നുകയാണ്, എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണം, വലിയ ആഗ്രഹം തോന്നുന്നു അലിയേ. ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റുമ്മാമ്പഴം വാങ്ങാൻ പോവുകയാണ്. ഒരു റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് വളരെ സന്തോഷത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാൻ അലിയാർ തങ്ങൾ തിരിച്ചു വരുമ്പോ ഒരു പാവപ്പെട്ടവന് കടന്നു വരികയാ, ഒരു ഫക്കീറായ മനുഷ്യൻ കടന്നു വരികയാ. അലിയേ, കഴിക്കാൻ വല്ലതും താലിയേ, പട്ടിണിയാണലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായലിയേ. അലിയാർ തങ്ങൾ പറഞ്ഞ്, എന്റെ കയ്യിൽ പൈസയില്ല, ആകെയുള്ളതൊരു റുമ്മാമ്പഴമാണ്, ഇതെന്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് കൊടുക്കാൻ വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, അലിയേ, ഒന്നിനു 10 ഇരട്ടി അല്ലാഹു തരുമലിയേ, അലിയേ, ഒന്നിനു 10 ഇരട്ടി അല്ലാഹു തരുമലിയേ. പിന്നെ ചിന്തിച്ചില്ലടോ, തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണ്, തന്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് കൊടുക്കാൻ അലിയാർ തങ്ങൾ കൊണ്ടുവരുന്ന പഴമാണ്. ഒന്നിനു 10 ഇരട്ടി അല്ലാഹു തരുമെന്ന് പറഞ്ഞപ്പോ ആ കഥ തന്റെ കയ്യിലിരുന്ന റുമ്മാമ്പഴമെടുത്തു കൊടുക്കുകയാ. അലിയാർ തങ്ങള് പടച്ചവനെ വെറും കയ്യോടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ഒരു കൊട്ട റുമ്മാമ്പഴം അല്ലാഹു കൊടുത്തിരിക്കുകയാ. ഇതാടോ ഖുർആൻ പറഞ്ഞത്, ഒരു നന്മ പറഞ്ഞ പിന്നെ സമാധാനമില്ല, അത് ചെയ്യാതെ ഉറക്കമില്ല, അതിനു വേണ്ടി മത്സരിക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, ദീനിന് സമ്പത്തിന്റെ ആവശ്യമുണ്ട്, പോയി കൊണ്ടുവാ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുമ്പോ മസ്ജിദുൻ നബവിക്കകത്ത് നിന്ന് സ്വഹാബുകൾ ഇറങ്ങി ഓടുകയാണ്, എല്ലാവരും പോവുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഉമർ തങ്ങളുടെ മനസ്സിലെ ചിന്ത എന്തെന്നറിയുവോ? അല്ലാഹുവേ, എന്തു പറഞ്ഞാലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്, എന്ത് നടന്നാലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്, ഒരിക്കലെങ്കിലും എനിക്ക് ഒന്നാമനാകണം തമ്പുരാനെ. പള്ളിയുടെ തെരഞ്ഞെടുപ്പല്ല, പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പല്ല, പടച്ചവനെ പാർലമെന്റിലെ തെരഞ്ഞെടുപ്പല്ല. അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് എന്നും ഒന്നാമനാകുന്നത്, ഒരിക്കലെങ്കിലും എനിക്കൊന്ന് പരാജയപ്പെടുത്തണം തമ്പുരാനെ. അതാണ് അബൂബക്കർ തങ്ങള് എന്ത് കാര്യം പറഞ്ഞുമാലും ഒന്നാമനാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ സഹാബ? അന്ത യാ റസൂലല്ലാഹ്. അബൂബക്കർ പറഞ്ഞു, എനിക്കിന്ന് നോമ്പാണ് നബിയേ. നബി തങ്ങൾ ചോദിക്കുകയാ, ഇന്ന് ജനാസയുടെ പുറകിൽ പോയാ ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ഇന്ന് സദക്ക കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ഇന്ന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. എന്തു ചോദിച്ചാലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്. അസറിന് ശേഷമല്ല ചോദിക്കുന്നത്, സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് നബി തങ്ങൾ ചോദിക്കുന്നത്. ഇത് മുഴുവനും അബൂബക്കർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചവനെ, ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സമ്പാദ്യം മുഴുവനും 2 വിഭാഗമാക്കി, 2 വിഹിതമാക്കി. എന്നിട്ട് നേർപകുതി എടുത്തുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ, ഇനി വീട്ടിൽ എന്തുണ്ട് ഉമറേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതെന്റെ സമ്പാദ്യത്തിന്റെ പകുതിയാ നബിയേ. എന്തായാലും അബൂബക്കർ ഇതുപോലെ കൊണ്ടുവരില്ല. അബൂബക്കർ ഈ പ്രാവശ്യം തോറ്റുപോകും. ഉമർ തങ്ങൾ മാറി നിൽക്കുകയാണ്. എല്ലാവരും നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കയ്യിലുള്ളത് കൊടുത്തു. അതാ ഉമർ തങ്ങൾ മാറി നിൽക്കുകയാണ്. അതാ അവസാനം വരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏറ്റവും അവസാനം നബി തങ്ങളുടെ മുമ്പിൽ വരികയാണ്. കയ്യിലൊരു ചെറിയ പൊതിയുണ്ട്. ഉമർ തങ്ങൾക്ക് സന്തോഷമായി. എന്തായാലും പരാജയപ്പെടും, എന്നെ പോലെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഉമർ തങ്ങൾ ഓടി വന്നു. എന്താണ് പറയുന്നതെന്ന് കേൾക്കാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കറേ, ഇനി വീട്ടിൽ എന്തുണ്ട് അബൂബക്കറേ? ഇനി വീട്ടിൽ എന്തുണ്ട് അബൂബക്കറേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹും അവന്റെ പ്രവാചകനുമുണ്ട് നബിയേ. അവിടെയും പരാജയപ്പെട്ടടോ, അവിടെയും പരാജയപ്പെട്ടടോ. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞ മത്സരിക്കണം, ഒരു നന്മ പറഞ്ഞ പരിശ്രമിക്കണം, ഒരു നന്മ കേട്ടാ ചെയ്യാൻ വേണ്ടി നീ വെപ്രാളം കാണിക്കണം. ആ നന്മ ചെയ്യാതെ നിനക്ക് സമാധാനം കിട്ടരുത്. ഇങ്ങനെ ഒരു സ്വഭാവം നിനക്കുണ്ടോ? നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നന്മ പഠിക്കാം. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ നന്മ പറഞ്ഞു തരാം. നമുക്കൊന്ന് മത്സരിക്കാം, നമുക്കൊന്ന് വാശി പിടിക്കാം, നമുക്ക് ചെയ്യാനൊന്ന് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. എന്ത് നന്മയാണ് ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ. ആ ഫാത്തിമയുടെയും മരിയാർ തങ്ങളുടെയും ചരിത്രം അറിയാത്ത ആരുമില്ല. പാവപ്പെട്ടവരാണ്, വല്ലാത്ത പ്രയാസങ്ങളുടെ നടുവിൽ ജീവിച്ചവരാണ്. പഠിച്ചവനെ, അലിയാർ തങ്ങളുടെ ജോലി എന്താണ്? പുല്ലറുത്തുകൊണ്ട് ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുകൊടുത്ത് അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന സ്വഹാബിയ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകന്റെ ജോലി, എൻ്റെ പ്രിയപ്പെട്ടവരെ, പുല്ലു വെട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കും, കിട്ടുന്ന പൈസ വാങ്ങും. അത് കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞപ്പോ അലിയാർ തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും കൂടെ ഒരു ബിസിനസ് തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാവ് പൊടിക്കും, കൊണ്ടുപോയി കൊടുക്കും. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മാവ് പൊടിച്ചു കൊടുക്കും. ആ പൊടിച്ച മാവ് കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഫാത്തിമ ബീബിയും അലിയാർ തങ്ങളും ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ മാവ് പൊടിക്കുന്ന കല്ല് പിടിച്ചിട്ട് ഫാത്തിമ ബീവിയുടെ കൈ രണ്ടും പൊട്ടി.
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മാവ് പൊടിക്കുന്നതിന് വേണ്ടി ആ കൈ കൊണ്ട് കല്ലു പിടിച്ചിട്ട് 2 കൈയും പൊട്ടി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോ കുട്ടന്തലയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ചോദിക്കും, ഉസ്താദെ കല്ല് പിടിച്ച കൈ പൊട്ടുവോ? ഉസ്താദെ കല്ല് പിടിച്ച കൈ പൊട്ടുവോ? പെങ്ങളെ, നിന്നെ പോലെ വല്ലപ്പോഴും പോയിട്ട് ചമ്മന്തി അരയ്ക്കുന്ന കല്ലല്ല, അല്ലെങ്കിൽ അരി പൊടിക്കുന്ന കല്ലല്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കളുണ്ട്. ഈ 2 മക്കൾക്കും 1 വയസ്സിന്റെ വ്യത്യാസമാവുള്ളേ. ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ ഇവർ 2 പേരും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ 2 പേരും ചെറിയ മക്കളാണ്. ഈ മക്കളെ ഉറക്കാൻ പോലും ഫാത്തിമയ്ക്ക് സമയമില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ മക്കള് കരഞ്ഞാൽ ആ തന്റെ മക്കളെ ഒന്ന് പോയിട്ട് ആ ഇട്ടിരിക്കുന്ന തൊട്ടുകറ്റിലിട്ടൊന്ന് ആട്ടാൻ പോലും സമയമില്ല. ഫാത്തിമ ബീബി ചെയ്യുന്നത് ഒരു കയറ് കൊണ്ട് ആ കുട്ടികളെ കിടത്തുന്ന തൊട്ടില് കെട്ടും. എന്നിട്ട് അതിന്റെ മറ്റേ ഭാഗം കൊണ്ടുവന്ന് കാലി കെട്ടും. എന്നിട്ട് മക്കള് കരയുമ്പോൾ ആ കാലുകൊണ്ട് തൻ്റെ മക്കളാട്ടി ഉറക്കുമായിരുന്നു മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. അപ്പൊ നിങ്ങൾ ആ വീട്ടിലെ ജോലി ചിന്തിക്ക്, ആ വീടിന്റെ അവസ്ഥയെ നിങ്ങൾ ചിന്തിക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടി. ഭർത്താവായ അലിയാര് തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ 2 കൈയും പൊട്ടിയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടപ്പോ അലിയാര് തങ്ങൾക്ക് വലിയ സങ്കടമായി. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളാണല്ലോ. അലിയാര് തങ്ങൾക്ക് കണ്ടപ്പോ വലിയ ബേജാറായി. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് പറഞ്ഞു, ഫാത്തിമ, ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം, നിന്റെ കഷ്ടപ്പാട് മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്താണ് വഴിയെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തു, നീ നാളെ രാവിലെ നിന്റെ വാപ്പാടുത്ത് പോണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ നിന്റെ ഉപ്പാനെ നീ കാണാൻ പോകണം. എന്നിട്ട് നിന്റെ സങ്കടം മുഴുവനും പറയണം, നിന്റെ കൈ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് നീ വാപ്പാനോട് പറയണം, ഉപ്പാ, എനിക്കൊരടിമയെ വേണം വാപ്പാ, എന്നെ ഒന്ന് സഹായിക്കാൻ, എന്റെ ജോലികൾ ചെയ്ത് സഹായിക്കാൻ എനിക്കൊരടിമയെ തരണമെന്ന് നീ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ പോയി ചോദിച്ചാ നബി തങ്ങൾ തരും ഫാത്തിമ. അപ്പൊ നിന്റെ ജോലികളുടെ ഭാരം കുറയുമല്ലോ. ഫാത്തിമ ബീബി ചിന്തിച്ചപ്പോ ശരിയാണ്. അങ്ങനെ 2 പേരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയായി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പിതാവിനെ കാണാൻ പോവുകയാണ്, തന്റെ വാപ്പയെ കാണാൻ പോവുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലില്ല. നബി തങ്ങൾ യാത്ര പോയിരിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ കടന്നു ചെന്നു. 2 കയ്യമ കാണിച്ചു കൊടുത്തു. ഉമ്മയോട് സങ്കടങ്ങൾ പറഞ്ഞു. ഫാത്തിമ ബീബി കരഞ്ഞുകൊണ്ട് തന്റെ കുടുംബത്തിലെ കാര്യം പറയുകയാണ്. ഫാത്തിമയുടെ കൈ കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സങ്കടമായി. അതാ പടച്ചവനെ, അവിടെന്ന് ഫാത്തിമ പറഞ്ഞു, ഉമ്മാ, വാപ്പ വരുമ്പോ പറയണം, എങ്ങനെയെങ്കിലും എനിക്കൊരടിമയെ വാങ്ങിച്ചു തരണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മയോട് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു മനസ്സിലാക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ന് രാത്രിയിലാണ് വരുന്നത്. ഒരുപാട് താമസിച്ചിട്ടാണ് വരുന്നത്. നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, നബിയേ, ഫാത്തിമ കാണാൻ വന്നിരുന്നു നബിയേ, ഇന്ന് പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ, കൈ 2 പൊട്ടിയിരിക്കുകയാണ്, വല്ലാത്ത പ്രയാസമാണ്, അതുകൊണ്ട് ഒരടിമയെ ചോദിച്ചു വന്നതാണ്. നബി തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ ബീബി പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് സങ്കടം വന്നടോ. നബി തങ്ങൾക്ക് സങ്കടം വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ രാത്രിയിൽ തന്നെ മകളെ കാണാൻ പോയി.
ആ രാത്രിയിൽ തന്നെ അള്ളാന്റെ റസൂല് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണാൻ പോവുകയാണ്. തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുമ്പിൽ ചെന്ന് സലാം പറഞ്ഞു. നിബിതങ്ങൾ വീടിനകത്ത് കടന്നു ചെല്ലുമ്പോ രണ്ടുപേരും വിരിപ്പിൽ കിടക്കുകയാണ്. എഴുന്നേക്കാൻ പോയപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇരിക്കു ഫാത്തിമ. തന്റെ മകളെയും തന്റെ മരുമകനെയും പിടിച്ചിരുത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരുടെ നടുക്കിരുന്നു. എന്നിട്ട് ഫാത്തിമയുടെ കയ്യിൽ പിടിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പിടിച്ചു നോക്കി. കൈ രണ്ടും പൊട്ടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഇന്ന് പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ചരിത്രമാ. ഇന്ന് പെൺകുട്ടികളുള്ള പിതാക്കന്മാര് പഠിക്കണം. നീ നിന്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമല്ലോ, നിന്നെ പോലെ വലിയ സൗകര്യം നിന്റെ മരുമകന്റെ വീട്ടിലുണ്ടാകണമെന്നില്ല. പടച്ചവനെ വലിയ റൂം ഉണ്ടാകണമെന്നില്ല, കൊട്ടാരം പോലെയുള്ള വീടുണ്ടാകണമെന്നില്ല, നിന്നെ പോലെ സമ്പത്തുണ്ടാകണമെന്നില്ല, ഹോട്ടൽ ഫുഡ് കഴിക്കണമെന്നില്ല. പടച്ചവനെ ആ പാവപ്പെട്ടവനായിരിക്കാം. മകള് ഒരുപാട് സങ്കടങ്ങൾ നിന്നോട് പറയും. ബാപ്പാ, ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസങ്ങളെ കുറിച്ച് നിന്റെ മകള് നിന്നോട് പറയുമ്പോ ഒരു വാപ്പ എന്തേ ചെയ്യേണ്ടത്? പാതിരാത്രി വിളിച്ചിറക്കി കൊണ്ടുവരലല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകള് വീട്ടിൽ കിടന്നു മാവ് പൊടിച്ച് രണ്ട് കൈയും പൊട്ടിയിട്ട് രക്തമൊഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മകളോട് പറയുകയാ, മോളെ ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിനക്കറിയുമോ ഫാത്തിമ? നബി തങ്ങൾ ചോദിക്കുകയാ, നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിനക്കറിയുമോ? പഠിക്കണം പെങ്ങളെ, പഠിക്കണം പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പെൺമക്കളോട് പറഞ്ഞു കൊടുക്കാ, വാപ്പമാരോട് പറഞ്ഞു തരികയാ, നീ നിന്റെ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഉസ്താദേ, അടുക്കളയിൽ കിടന്ന് കരയുകയാണ്, അടുക്കളയിൽ കിടന്ന് കരിയുകയാണ്. കരിപെട്ടുകൊണ്ട് അടുക്കളയിൽ കിടക്കുന്ന സഹോദരി, അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് പ്രയാസപ്പെടുന്ന പെങ്ങളെ, നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയുവോ? വെളുത്ത സുന്ദരിയായ നീ പടച്ചവനെ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് ചോറ് വെക്കുമ്പോ, കറി വെക്കുമ്പോ വല്ലാതെ ചൂടല്ലേ പെണ്ണേ, ശരീരം വിയർക്കുമല്ലോ, നെറ്റിത്തടത്തിലൂടെ കഴുത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമല്ലോ. നിനക്കറിയുമോ അല്ല തരുന്ന പ്രതിഫലം എന്താണെന്ന്? അല്ല തരുന്ന പ്രതിഫലം അറിയുമോ ഉമ്മ? നീ നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ ഒരു തുള്ളി വിയർപ്പ് നിന്റെ ശരീരത്ത് നിന്ന് താഴെ വീണാൽ, ഒരു തുള്ളി വിയർപ്പ് നിന്റെ ശരീരത്ത് നിന്ന് താഴെ വീണാ അത് വെറുതെയല്ല പെണ്ണേ, നരകത്തിന്റെ തീ നിന്നെ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ വിയർപ്പ് തുള്ളി വെറുതെയാകില്ല, ആ വിയർപ്പ് തുള്ളി വെറുതെയാകില്ല. അതിന് വലിയ പ്രതിഫലമുണ്ട് പെങ്ങള്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. പടച്ചവനെ, മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മ 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ പൊന്നാര മക്കൾക്ക് നീ പട്ടിണിയാണെങ്കിലും പാല് കൊടുക്കുന്നല്ലോ, നീ ഭക്ഷണം കൊടുക്കുന്നല്ലോ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ജിഹാദിന്റെ കൂലിയാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രണാങ്കണത്തിൽ പോരാടിയ ജിഹാദിന്റെ പ്രതിഫലമാണ് 2 വർഷം തന്റെ മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് കൊടുക്കുന്നത്. നീ ഒരുപാട് വേദന സഹിച്ചവളല്ലേ, പ്രസവ വേദനയ്ക്ക് വല്ലാത്ത വേദനയാണല്ലോ, നീ വല്ലാതെ അനുഭവിച്ചവരാണല്ലോ. ആ പ്രസവിക്കുന്ന സമയത്ത് പ്രസവവുമായി ബന്ധപ്പെട്ടൊരു പെണ്ണു മരിച്ചാ അവൾക്ക് ഷഹീദിന്റെ കൂലിയാ, അവൾക്ക് ഷഹീദിന്റെ കൂലിയാ. പെങ്ങളെ, ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താൽ, ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താൽ
പോയാൽ നിനക്ക് പ്രതിഫലം അറിയില്ലടോ, നിങ്ങൾക്ക് പ്രതിഫലം അറിയില്ലടോ. കുടുംബജീവിതം തല്ലി തകർക്കാനുള്ളതല്ല, അത് ഷോ കാണിക്കാനുള്ളതല്ല, അത് അഭിനയിക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ നിന്റെ ഭാര്യ വയത് കേട്ടിട്ട് കടന്നു പോവുകയാണ്, ഭാര്യയും ഭർത്താവും കൂടെ വഴുതിന് വന്നോ. ഇന്ന് തിരിച്ചു പോകുമ്പോ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കാൻ പറ്റുമോ ബാപ്പാ? ആ നാട്ടുകാരന്റെ ഭാര്യയല്ല, നീ മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ച അല്ലാഹു നിനക്ക് ഹലാലാക്കി തന്ന ഭാര്യ, അല്ല നിനക്ക് ഹലാലാക്കി തന്ന ഭാര്യ. ആ ഭാര്യയുടെ കയ്യില് നാട്ടുകാര് കാണാനല്ല, നിങ്ങൾ സ്നേഹജോഡികളാണെന്ന് പറയാനല്ല, വഴുത് കഴിഞ്ഞിവിടന്ന് ഇറങ്ങിപ്പോകുന്ന പ്രായമുള്ള വാപ്പാ, പ്രായം ചെന്ന നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ കൈവിരലുകൾക്കിടയിലൂടെ, ആ രണ്ട് കൈവിരലുകൾക്കിടയിലൂടെ അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ പാപം പൊറുക്കും. ആ ഭാര്യയും ഭർത്താവും ചെയ്ത പാപം ആ കൈവിരലുകൾക്കിടയിലൂടെ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ചിരിക്കാൻ പറ്റുമോ? സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ മുടിയൊക്കെ നരച്ചുപോയി, നിനക്ക് ഗ്ലാമർ കൂടുതലാണ്, നിന്റെ ഭർത്താവിന് ഗ്ലാമർ കുറവാണ്. ആ പാവപ്പെട്ടവന്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്കൊന്ന് ചിരിക്കാൻ പറ്റുമോ? ഒന്ന് സന്തോഷത്തോടെ നോക്കാൻ പറ്റുമോ? വെറുതെയാകില്ല വാപ്പാ. നീ കണ്ടവന്റെ ഭാര്യയെ കണ്ട് ചിരിക്കുമല്ലോ, വല്ലവന്റെ ഭാര്യമാരെ നോക്കി ചിരിക്കുമല്ലോ, റോഡേ വരുന്നവനെയും പോകുന്നവനെയും നോക്കി ചിരിക്കുമല്ലോ. എങ്കിലും ചിരിക്കേണ്ടത് ഭാര്യയുടെ മുഖത്ത് നോക്കിയാ. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാ ആ പുഞ്ചിരി വെറുതെയാകില്ല, ആ പുഞ്ചിരി വെറുതെയാകില്ല. മരിച്ചു കിടക്കുമ്പോഴും നിന്റെ മുഖത്ത് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങള് തന്റെ പൊന്നാര മകള് കൈ പൊട്ടിയിട്ട് കാണിച്ചിരിക്കുക. ഏത് പൊന്നുമോള്? ലോകത്ത് ഒരു വാപ്പയും ഇതുപോലെ മകളെ സ്നേഹിക്കൂല. ഇനി എത്ര വലിയ വാപ്പയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയെ സ്നേഹിച്ചതുപോലെ ഖിയാമത്ത് നാൾ വരെ ഒരു വാപ്പയും സ്നേഹിക്കൂല. അത്രയ്ക്കും സ്നേഹമുള്ള മകള് തൻ്റെ രണ്ട് കൈയും പൊട്ടിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് സങ്കടം പറഞ്ഞപ്പോ നബിതങ്ങൾ പറയുക, വാ വാരിക്കെട്ട് പോകാന്നല്ല പറഞ്ഞേ, നീ എല്ലാം വാരിക്കെട്ടിക്കോ, മതി, ഇവിടുത്തെ ജീവിതം മതി എന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് പോകലല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഭാര്യയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ? ഭർത്താവിന് വസ്ത്രം കഴുകി കൊടുക്കുന്ന ഭാര്യ, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഭാര്യ, ഭാര്യയുടെ കയ്യിൽ പിടിക്കുന്ന ഭർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു ഒരു ഭാര്യയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, നമ്മുടെ ഭാര്യയെ എന്ത് ചെയ്താലും അവൾക്ക് പ്രതിഫലമുണ്ട്. ചോറ് വെച്ചാലും ഭക്ഷണം വെച്ചാലും വീട് വൃത്തിയാക്കിയാലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട് തൂത്ത് വൃത്തിയാക്കിയാലും തുണി കഴുകിയാലും എന്ത് ചെയ്താലും അവർക്ക് പ്രതിഫലമുണ്ട്, വെറുതെയല്ല. എൻ്റെ സഹോദരിമാരോട് പറയുന്നു, നിനക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയാ, നിനക്ക് അല്ലാഹു സ്വർഗം തരാനുള്ള വഴിയാണ് ഈ അടുക്കളയിൽ കിടന്ന് നീ കഷ്ടപ്പെടുന്നത്. അത് വെറുതെയല്ല. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്ന ഒരു ഭാര്യയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയോ നിങ്ങൾക്ക്? ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്ന ഭാര്യ, അതിനുണ്ടോ പ്രതിഫലം? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.